നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സലാഡ് ഉണ്ടാക്കാം. നമുക്ക് ക്യാരറ്റ് വെച്ച് ക്യാരറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, ശകലം പച്ചമുളക് കൊടുക്കുന്നു. ഒറ്റ പച്ചമുളക് കൊടുക്കുന്നു, ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സെറ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയുക. അപ്പോൾ ചെറിയൊരു കുക്കുംബർ കൊണ്ട് എടുക്കുന്നുണ്ട്. കുക്കുംബറെല്ലാം സെറ്റായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ കുക്കുംബർ എടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ കൂടെ ഇടാം. ഉണ്ടോ, കുക്കുംബറൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് പിന്നെ നമുക്ക് ശകലം ഒലിവ്, നമ്മുടെ പറമ്പിലുണ്ടായ ചില ഒലിവ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പിലിട്ട് വച്ചേക്കുമായിരുന്നു. ചെറിയ ഒലിവ, വിദേശത്ത് കിട്ടുന്ന ഒലിവ് പോലെയല്ല, ചെറിയ ഒലിവ്. നമ്മളിവിടുന്ന് ഫാമിൽ നിന്ന് നമ്മൾ മേടിച്ച് നട്ടകത്ത് ഉണ്ടായ ഒലിവാണേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ കുറച്ച് സവോളയും കൂടെ ഇടുക, കുറച്ച് തൈരും കൂടെ ഇടുക, കുറച്ച് ഉപ്പും കൂടെ മതി. സവോള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ചില ഉപ്പും തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടിയെടുക്കാം. എന്നാൽ പിന്നെ ഒരു തക്കാളിയും കൂടെ അങ്ങ് അരിഞ്ഞിട്ടേക്ക്, ഏതായാലും സലാഡല്ലേ, സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അതായത് നമ്മൾ ചില തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അതിലൂടെ ശകലം ഉപ്പും കൂടി അങ്ങ് ചേർക്കുക. ഉപ്പ് ഒത്തിരി കൂടുതൽ വേണ്ട, സലാഡല്ലേ. അതുകൊണ്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ശരി തന്നെ കൂട്ടുകാരെ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മക്കളെ ഒന്നും പറയാൻ, എന്നാ ടേസ്റ്റാണെന്ന് അറിയോ, സൂപ്പർ ടേസ്റ്റ്. ആ വെളിച്ചെണ്ണയും പച്ചമുളകിൻ്റെ ചെറിയ രുചിയും എരിവും ക്യാരറ്റിനും മധുരവും ഒരു രക്ഷയില്ല കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കൂട്ടുകാരെ. അപ്പോൾ ശരിയെന്ന് കൂട്ടുകാരെ, അടുത്ത വീഡിയോ കാണുമ്പോൾ സ്റ്റേ ട്യൂൺ.